നിനക്കിതെന്ത് പറ്റി? നിന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? കണ്ടിട്ട് ആരും പിടിച്ചടിച്ച പോലെ ഉണ്ടല്ലോ. എന്തുവാടാ നീ പറയുന്നത്? എല്ലാവരും പിടിച്ചടിച്ചിട്ടൊന്നുമില്ല. അത് ഞാൻ ജസ്റ്റ് ബാത്റൂമിൽ വീണതാ. അപ്പോൾ ഫേസ് ഒന്ന് ഇടിച്ചതാ, അത്രേ ഉള്ളൂ. ഓഹോ, പക്ഷെ കണ്ടിട്ട് ആരും നല്ല രീതിക്ക് പെരുമാറിയ ഫീൽ ഉണ്ട്. എന്താടാ ഇന്നലെ നിന്റെ ഭാര്യ നിന്നെ പിടിച്ചങ്ങ് സ്നേഹിച്ചാ? സത്യം പറയടാ. ചെറുതായിട്ട്. നീ അറിഞ്ഞത് അറിഞ്ഞു. നീ ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടാ. നിന്റെ ഭാര്യ നിന്നെ തല്ലിയെന്നും പറഞ്ഞ് പോസ്റ്റർ അടിച്ചിറക്കി ഞാൻ നാട്ടുകാരെ മൊത്തം അറിയിക്കാൻ നിൽക്കല്ലേ. പോയിടാ അവിടെ നിന്ന്. നിനക്കറിയാം, അവൾക്ക് ബോക്സിങ് അറിയാം, കരാട്ടെ അറിയാം, കുറച്ച് കുംഫു അറിയാം. അത് വെച്ചാണ് അവളെ നീ ദ്രോഹിക്കുന്നത്. എന്നിട്ട് അവളതൊന്നും ഉപയോഗിക്കാണ്ട് നല്ല അസലായി നാടൻ രീതിക്ക് എന്നെ അടിക്കത്തുള്ളൂ. അറിയോ നിനക്ക്? എന്റെ ഭാര്യ ആള് കൊള്ളാലോ, പക്ഷെ ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടല്ലേ നീ വേണ്ടാത്ത പണിക്ക് നിന്നത്. അപ്പൊ നിനക്കത് കിട്ടണം. അല്ലടാ, അതൊക്കെ പോട്ടെ. ഇത്രയും അന്തരമുള്ള നിങ്ങൾ തമ്മിൽ എങ്ങനെ സെറ്റ് ആയത്? നീ എങ്ങനെയാണോ വളച്ചെടുത്ത്? ആര് വളച്ചെടുത്തു? എപ്പോ വളച്ചെടുത്തു? പോടെ അവിടെ നിന്ന്. അവളാടാ എന്നെ ഒടിച്ച് മടക്കി അവളുടെ ബാഗിൽ കയറ്റിയത്. എനിക്കെന്താ വട്ടുണ്ടോ? അങ്ങനെ ഒരു മണ്ടത്തരം ആ കുട്ടി കാണിക്കോ? അതിനെ കണ്ടാ അങ്ങനെ തോന്നില്ലല്ലോ. എടാ നാറി, നീ എന്റെ ഫ്രണ്ടാണോ അവളുടെ ഫ്രണ്ടാണോ? നീ എനിക്കിട്ട് കുത്തി അവളെ പൊക്കുന്ന എന്തോന്നടേ? പറഞ്ഞു വരുമ്പോ കഷ്ടകാലത്തിന് ഞാൻ നിന്റെ ഫ്രണ്ടാണ്. അല്ല, നീ എന്റെ ഫ്രണ്ടാണ്. പക്ഷെ അതല്ല സത്യം നമ്മൾ പറയണല്ലോ. പോടാ കാല, ഒരു ബന്ധമില്ല. ലെറ്റ്സ് ട്രൈ വാഷ്. നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ അതൊക്കെ ഞാൻ തരാം. അതിനു മുന്നേ നീ ഇത് പറയും, നിന്നെ വളച്ചൊടിച്ച് അവളെങ്ങനെയാ ബാഗിൽ കയറ്റിയ? സത്യം പറഞ്ഞാൽ അത് വൻ കോമഡിയാണ്. കാരണം അവൾക്കുണ്ടല്ലോ ചേട്ടച്ചൻ കുറച്ച് ടൈം കൊടുത്തിട്ടുണ്ടായി. അതായത് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ പാർട്ട്ണറാക്കാനായിട്ട്. അത് നടന്നില്ലെങ്കിൽ അവർ സെലക്ട് ചെയ്യണ ആളെ അവൾ അക്സെപ്റ്റ് ചെയ്യേണ്ടവരായിരുന്നു. അവൾക്കാണെങ്കിൽ ആരോടും ആ തരത്തിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അവൾക്ക് കിട്ടിയ ടൈം കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അവർ കണ്ടുപിടിക്കുന്ന ആളെ കെട്ടേണ്ടി വരും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവളൊരു വഴി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ ഞാൻ. ഹലോ, എന്താണ് മാഡം എന്നെയൊക്കെ വിളിക്കാനായിട്ട്? അത് നീ ഫ്രീ ആണെങ്കിൽ എനിക്ക് നിന്നെ നാളെ ഒന്ന് കാണണം. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഇവിടെ വെച്ച് വേണ്ട, പുറത്ത് വെച്ച് മതി. പ്ലേസും ടൈമും ഞാൻ പറയാം. നാളെ അല്ലേ? കാണാം. പ്ലേസും ടൈമും നീ ഡിസൈഡ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ വരാം. പിന്നെ വരുമ്പോൾ ഒരു വെള്ളമുണ്ടും ഷർട്ടും കൂടി എടുത്തേക്ക്. ഓക്കെ? അതെന്തിനാ അങ്ങനെ? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അതെന്തിനാന്നുള്ളത് നാളെ അറിയാം. ഓക്കെ. എന്നാ പിന്നെ ഓക്കെ, നാളെ കാണാം. ബൈ. കിളിയായി പാട്ടുപാടും കവിതൻ വീണവയ്ക്കും. നീ എന്തിനാ കാണണമെന്ന് പറഞ്ഞ്? എന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം സംസാരിക്കാനുള്ളത്? അതും വീട്ടിൽ വെച്ച് പറ്റാണ്ട് ഇവിടെ പുറത്തു വന്ന് സംസാരിക്കാനായിട്ട്? അതൊക്കെ പറയാം. ഇപ്പം നമുക്കൊരു സ്ഥലം വരെ പോകണം. നിന്റെ കാർ ഇവിടെ കിടന്നോട്ടെ, എൻ്റെ കാറിൽ പോവാം. പിന്നെ മിസ്റ്റർ പാൽക്കുപ്പി, എവിടേക്കാ, ഏതിനാ, എന്താ, ഈ വക ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പം വേണ്ട. പ്ലേസിലെത്തി കഴിയുമ്പോൾ ഞാൻ കാര്യം പറയാം. ഓക്കെ? അതുവരെ മിണ്ടാണ്ടിരുന്നോ? ഓക്കെ. സർപ്രൈസ് ട്രോഫീസോ? നമ്മളെന്താ ഇവിടെ? അതെന്ത് ചോദ്യാണത്? ഇന്ന് എൻ്റെ കല്യാണമാണ്. അത് രജിസ്റ്റർ ചെയ്യാനല്ലേ നമ്മളിവിടെ വന്നേക്കുന്നത്. എന്തോന്ന് എൻ്റെ കല്യാണം? അപ്പോൾ ഇവിടെ അല്ല, വീട്ടിലാരും അറിയാണ്ട്. അപ്പം ഇത് വിളിച്ചോട്ടം. എടി അതിന് എന്നെന്തിനാണ് ഇതിൽ കൂട്ടിയത്? എൻ്റെ കടവുളേ. നീ ആദ്യം കിടന്ന് വരയ്ക്കാണ്ട് മര്യാദക്ക് നിൽക്ക്. ഞാൻ എല്ലാത്തിനും ആൻസർ തരാം. ആദ്യം തന്നെ ഇതിനെ ഒളിച്ചോട്ടെന്ന് വിളിക്കരുത്. എനിക്കിഷ്ടമുള്ള ആളെ എൻ്റെ പാർട്ട്ണറാക്കാനുള്ള പെർമിഷൻ എനിക്ക് ഓൾറെഡി കിട്ടിയതാണ്. പിന്നെ നിന്നെ കൂട്ടിയത്. ചെക്കനില്ലാണ്ട് എങ്ങനെയാണ് കല്യാണം നടക്കുക? വെയിറ്റ്, ചെക്കനാ? ഞാനാ? നീ തന്നെ. ഞാൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. എനിക്ക് നിന്നോട് ഫീലിങ്സ് ഒന്നുമില്ല എന്ന് ഞാൻ പറയില്ല. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരു സ്ട്രേഞ്ചറുടെ കൂടെ ലൈഫ് ഫുള്ള് സ്പെൻഡ് ചെയ്യുന്നതിലും ബെറ്റർ ഓപ്ഷൻ നിന്നെ ചുമക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ഇനി നിനക്ക് തീരുമാനിക്കാം. ഇനി നിനക്ക് ഓക്കെ അല്ല, പറ്റുന്നില്ല എന്നാണെങ്കിൽ പറഞ്ഞു. ഇവിടെ എത്രയോ പേരുണ്ട്, ആരെങ്കിലും ഞാൻ എടുത്തുകൊണ്ട്. അത് വേണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്കും തന്നെ ഇഷ്ടമാണ്. പക്ഷെ അതിന് ഈ ഒളിച്ചോട്ടത്തിൻ്റെ ആവശ്യമുണ്ടോ? ചേട്ടച്ചനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നടത്തി തരത്തില്ലേ? ആൾ നമുക്കെതിരെ നിൽക്കില്ലല്ലോ, പിന്നെ എന്തിനാ?
അതിലൊരു രസമില്ല. നമ്മളെപ്പോഴും വെറൈറ്റി ആയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. ഒളിച്ചാട്ടം കുറച്ചും കൂടി നല്ലതല്ലേ? അതും എസ്പെഷ്യലി ചെക്കനെ പെണ്ണടിച്ചുകൊണ്ട് പോരുമ്പോൾ പിന്നെ ഇത് വല്ലാത്തൊരു വെറൈറ്റി ആയിപ്പോയി. അതാണ്. അവർ നമ്മളെ വെയിറ്റ് ചെയ്യാണ്. എൻ്റെ 2-3 ഫ്രണ്ട്സ് കൂടിയുണ്ട്. നമുക്ക് പോയി അങ്ങ് കെട്ടാം. വാ മോനെ. എടാ ആരു, നീയും കൂടി ഇറങ്ങിയോണ്ടായിരുന്നതൊക്കെ? പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കഴിമരത്തി കയറാൻ പോകുമ്പോൾ ഞാൻ അറിയാണ്ടിരിക്കുമോ? ഇനി തൊട്ട് നീ എൻ്റെ അളിയനാണ്, കൊച്ചു കള്ളൻ. എന്നാ രണ്ടാളെ നോക്കി നിൽക്കാണ്ട് അങ്ങോട്ട് ഉപ്പിട്. മാലിൻ താലിക്ക് സെറ്റാണ്. അതെ അതെ, നോക്കി നിൽക്കാതെ വേഗം അങ്ങോട്ട് ഉപ്പിട് എൻ്റെ പിള്ളേരെ. ചേട്ടച്ചൻ, ചേച്ചിയമ്മ, നിങ്ങളും അപ്പൊ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടാണിത്? ആണല്ലോ. പിന്നെ നീ എന്ത് വിചാരിച്ചു? ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് അവൾ അവളുടെ ലൈഫിൽ എത്രയും വലിയൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നു? ഒരിക്കലുമില്ല. ഞങ്ങളുടെ കുട്ടി അങ്ങനെ ചെയ്യില്ല. അവൾ അവൾക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തിയെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. അത് നീയാന്നറിഞ്ഞപ്പോൾ ആ സന്തോഷം ശരിക്കും പറഞ്ഞാൽ ഇരട്ടിച്ചു. ഇതിങ്ങനെ നടത്തണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്. ഒരുപാട് ആഡംബരമായി ആഘോഷത്തോടെ നടത്തണം. പക്ഷെ അവൾക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ നിന്നു. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്തായാലും അവൾക്ക് വേണ്ടി നീ ഓക്കെയാണ്, നിനക്കിത് ഓക്കെ ആണെന്ന് കേട്ടപ്പോൾ സംഭവം സെറ്റ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ആഘോഷിക്കാം. അങ്ങനെയായിരുന്നു എൻ്റെ കല്യാണം നടന്നത്. എല്ലാവരും കൂടെ എന്നെ പൊക്കി പിടിച്ചുകൊണ്ട് പോയി കെട്ടിച്ചടാ. അടിപൊളി. അപ്പോൾ അവള് സ്വന്തമായിട്ട് എടുത്ത് തലയിൽ വെച്ചതാ നിന്നെ. അപ്പം ഞാൻ അനുഭവിച്ചോട്ടെ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫ് വെച്ച് വേണമെങ്കിൽ ഒരു സിനിമ തന്നെ ഇറക്കാം. അതിനുള്ളതുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ മീറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വരുന്ന മാസം 2ാമത്തെ ആഴ്ചയിൽ, കറക്റ്റ് പറയുകയാണെങ്കിൽ 10-ാം തീയതി എൻ്റെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും വരണം. എല്ലാവരും ഞാൻ ക്ഷണിക്കുകയാണ്. ഇനി ഓരോരുത്തരും സെപ്പറേറ്റ് കണ്ട് ഞാൻ കാർഡ് തന്ന് ക്ഷണിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഇനി 2ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക്, അതായത് നെക്സ്റ്റ് വീക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ SG ഗ്രൂപ്പായിട്ടുള്ള നമ്മുടെ ബിസിനസ് ഡീലിൻ്റെ കാര്യം. അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് പ്രസൻറ്റേഷനാണ്. അപ്പോൾ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കാരണം അതിന് പോകുന്നത് സി ആയിരിക്കും. പിന്നെ ലക്ഷ്മി, അപ്പോൾ അവൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആണിത്. അതിന് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അവൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആരുഷിനെ കൂടെ പോകണം. അപ്പോൾ നമ്മുടെ SG ഗ്രൂപ്പായിട്ടുള്ള ഈ ഒരു ബിസിനസ് ഡീൽ ഇത് വലിയൊരു കാര്യമാണ് നമുക്ക്. അപ്പോൾ ഇത് സിഹി, നിൻ്റെയും ആരുഷ്, ലക്ഷ്മി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളിത് സെറ്റാക്കുമെന്ന് എനിക്ക് അത്ര വിശ്വാസമുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും കൂടെ വരണം. നന്നായി. ഇല്ല, മേഡായിരുന്നെങ്കിൽ എൻ്റെ പൊന്നോ ഞാൻ വെള്ളം കുടിച്ച് ചത്തേനെ. നീ ഇങ്ങനെ നോക്കി പേടിപ്പിക്കേണ്ട. നിനക്ക് വരാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇത് കമ്പനിക്കാരാണ്. പിന്നെ മാം തീരുമാനിച്ചതായതിൽ ഇനി ഒന്നും ചെയ്യാനില്ല. നിനക്ക് വന്നേ പറ്റുള്ളൂ. അത് ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ്. ഈ ഡീൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. നിങ്ങൾ 3 ട്രൈ ചെയ്താൽ നമുക്ക് കിട്ടും, ഉറപ്പാ. എടാ, നിങ്ങളുടെ കൂടെയോ സെയിൻ്റെ കൂടെയോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതല്ല എൻ്റെ പ്രശ്നം. ഇപ്പോൾ ഈ മീറ്റിംഗ് വരുന്നത് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്ക്, അതായത് അടുത്ത ആഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് വരുന്ന ആഴ്ചയിൽ മാമിൻ്റെ കെട്ടാണ്. എടാ, ആ മാസം തന്നെയാണ് ലാസ്റ്റ് എൻ്റെ കല്യാണം. അതായത് അധികം സമയമില്ല. അപ്പം എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ? ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചൊരു മാസം വന്നതിൻ്റെ ഒരു ഇതാണ് എനിക്ക്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊരു പിടുത്തൂല്ലടാ. അത് മാത്രമല്ല ജോ, അവൾക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ആരില്ല കൂടെ പോകാനായിട്ട്. ഇപ്പോൾ ലക്ഷ്മി പോവാണ്. ചേട്ടച്ചനാണെങ്കിൽ വർക്കിൻ്റെ കാര്യങ്ങളുണ്ട്, ആൾക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ വേണ്ടേ? അതൊരു പോയിന്റാണ് നീ പറഞ്ഞത്. പക്ഷെ ആദ്യം ചേച്ചിയമ്മയുണ്ടല്ലോ, അവർക്ക് കൂടെ പോകാലോ. അവരൊക്കെ ഉണ്ട്, എങ്കിലും അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടല്ലോ. ഇതിപ്പോൾ ലക്ഷ്മി എൻ്റെ ബോസാണ് പോകുന്നതെങ്കിൽ ആ ഡേയ്സിൽ എനിക്ക് ലീവ് എടുത്ത് അവളുടെ കൂടെ അവളുടെ കാര്യങ്ങൾക്ക് നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചത്.
ഇതിപ്പോൾ ഇവരുടെ കൂടെ ഞാൻ പോകണം. തിരിച്ചു വന്നു കഴിഞ്ഞാലും എനിക്ക് ലീവ് കിട്ടുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ കാര്യമായതുകൊണ്ട് എൻ്റെ ബോസ് എനിക്ക് ലീവ് ഒട്ടും തരത്തില്ല. അപ്പോൾ പിന്നെ അവളുടെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതിപ്പോൾ ഞാൻ റിച്ചു, എടാ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഞാനോ? നീ പറയും, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിനക്ക് എല്ലാ കാര്യങ്ങൾക്കും ജോയുടെ കൂടെ ഒന്ന് പോകാൻ പറ്റുമോ? പ്ലീസ് ടാ. അതെങ്ങനെയാടാ ശരിയാവുക? മാമിന് അപ്പോൾ അവൻ്റെ ആവശ്യം വരില്ലേ? അവൾക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല മോനെ. അവളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുടെ കസിൻസ് ഒരുപാട് പേരുണ്ട്. എടാ ആരും നീ പേടിക്കണ്ട, നിൻ്റെ ആളുടെ കൂടെ ഞാൻ പോവാം. താങ്ക്സ് ടു മച്ചു, താങ്ക് യു സോ മച്ച്. റൂൾ മറന്നാ, ഫ്രണ്ട്ഷിപ്പിൽ നോ സോറി നോ താങ്ക്സ്. ഉപ്സ്, ഇനി റിപ്പീറ്റ് ചെയ്യില്ല, പോരെ? ഹായ്, സിയാൻ സാർ, ലക്ഷ്മി സാർ, ആരുഷ് സാർ അല്ലേ? അതെല്ലോ. താൻ? ഞാൻ രാഹുൽ, SGയുടെ GRM ആണ്. ഇനി നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്നത് വരെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഓക്കെ, നൈസ് ടു മീറ്റ് യു രാഹുൽ. നിങ്ങളെ കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പോവാം. സിയാൻ സാർ പറഞ്ഞ പോലെ സാറിന് ബൈക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്യാബുണ്ട്. ബൈക്ക്? അതിൻ്റെ ആവശ്യം എന്താണ്? അത് ലക്ഷ്മി, എന്നെ വെറുക്കുന്ന ചിലരുണ്ട്. അവരെന്നെ അങ്ങ് ഒരുപാട് സഹിക്കേണ്ടെന്ന് തോന്നി, അതുകൊണ്ടാണ്. കൂടുതൽ ടൈം ഇവിടെ നമുക്ക് കളയണ്ട, വാ പോകാം. സാർ, ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി 2 റൂമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ ലക്ഷ്മി ഒരു റൂം ഷെയർ ചെയ്തുകൊണ്ട്. ഇല്ല, അത് നടക്കില്ല കേട്ടാ. സിയാൻ സാറും നീ ഒരു റൂം എടുത്തോ, അതായിരിക്കും ബെറ്റർ. പോടോ, എനിക്ക് രാത്രി എൻ്റെ ഭാര്യനെ വിളിച്ച് സൊള്ളാനുള്ളതാണ്. നീ ഉണ്ടെങ്കിൽ സെറ്റാവില്ല, നടക്കാത്ത കാര്യം. എനിക്ക് മിസ്റ്റർ ആരുഷിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇനി ആളുടെ സൈഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവനും സാറിൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, സെറ്റാണപ്പോൾ. അപ്പോൾ ഇനി നിങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തോളും. എന്നാൽ കേസ് പിന്നെ ഇന്നിനി വേറെ പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കറങ്ങാനോ എവിടെയെങ്കിലും പ്ലേസുകളിലേക്കൊക്കെ പോകണമെങ്കിലാവാം. പിന്നെ നാളെ മോർണിംഗ് ആണ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ലക്ഷ്മി സാറല്ലേ പ്രസൻറ്റേഷനും കാര്യങ്ങളും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോളും. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നാളെ കാണാം. അത് സിയാൻ സാർ, ആരും എൻ്റെ കൂടെ നിന്നോട്ടെ. പ്രസൻറ്റേഷനിലും കാര്യങ്ങളും എനിക്ക് കുറച്ച് ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണം. നൈറ്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു വിടാം. ഓക്കെ ഫൈൻ. പിന്നെ ഈവനിങ് ഫ്രീ ആണെങ്കിലും ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോവാം. അതിനെന്താ സാർ, അന്ന് വളരെ നല്ലൊരു കാര്യമാണ്. എൻ്റെ മൈൻഡ് ഒന്ന് സെറ്റായി കിട്ടും. എന്നാൽ ഓക്കെ, ഈവനിങ് കാണാം. അവിടുന്ന് പോകുന്നപ്പോൾ തൊട്ട് ഫേസ് ഒന്ന് പറഞ്ഞു വെച്ചേക്കുന്നതാണല്ലോ. എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നേ, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിക്കെങ്കിലും ചെയ്യടാ. പിന്നെ ചിരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയ പേഴ്സണൽ കൂടെ അല്ലേ വന്നിരിക്കുന്നത്. എന്നെ ഓർമ്മിപ്പിക്കരുത്. അത് കൂടാണ്ട് ഈ നൈറ്റും നെക്സ്റ്റ് നൈറ്റും ഞാൻ അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. എനിക്ക് ആലോചിക്കാൻ തന്നെ ദേഷ്യം വരുന്നുണ്ട്. നീ അത് വിടടാ. നിന്നോട് അവൻ്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനൊന്നും ആരും പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് റൂം ഷെയർ ചെയ്യാനല്ലേ. അതിന് ഇത്രയ്ക്കുള്ളൊരു ഇതിൻ്റെ ആവശ്യമില്ല കേട്ടാ. മോനെ, കളിപ്പ് മൂടൊക്കെ കളഞ്ഞിട്ട് വായോ. എനിക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ശരിക്ക്. ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എനിക്ക് തോർത്തിട്ട ടെൻഷൻ. ഇതാര്? നാളെ കാണാന്ന് പറഞ്ഞിട്ട് നീ ഉണ്ടോ കൂടെ? സിയാൻ സാറാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളെ കൂടുതൽ അടുത്തറിയുകയും ചെയ്യാം, നിങ്ങളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാമല്ലോ. അത് നന്നായി. അപ്പോൾ നമുക്ക് ഈവനിങ് അടിച്ചു പൊളിക്കാം. ഇത് നല്ലൊരു ഡേ ആയിട്ട് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം എൻജോയ് ചെയ്തു. എൻ്റെ ടെൻഷനൊക്കെ കുറച്ച് ടൈമിലേക്കാണെങ്കിലും ഞാൻ മറന്നു. ലക്ഷ്മി സാർ, ഇത്ര ടെൻഷൻ ആവശ്യമില്ല. ഒരു 10ഓളം കമ്പനീസ് ഉണ്ടായിരുന്നേന്ന് നിങ്ങൾ 2 കമ്പനീസിനാണ് ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളെ കൂടാണ്ട് വേറൊരു കമ്പനിയും കൂടെ ഉള്ളൂ. അത്ര ടെൻഷൻ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള 100% കൊടുത്താൽ മതി. നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഡോണ്ട് വറി. അയ്യോ താങ്ക്സ് ടാ. നിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു ആശ്വാസം. എന്നാൽ ഇനി നിങ്ങൾ റൂമിൽ ചെന്ന് കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാൻ നോക്കുക. നാളെ നേരത്തെ എണീക്കാനും ഉള്ളതല്ലേ. ശരി എന്നാ. ഹലോ എൻ്റെ ഭാര്യയെ.
എന്താണ് മിസ്റ്റർ പാൽക്കുപ്പി, ഓക്കെ അല്ലേ? സെറ്റല്ലേ? ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയില്ല. അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. അതുകൂടാതെ നിന്നെ മിസ്സാവുന്നുമുണ്ട്. അതായത് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും നമുക്ക് പറ്റിയില്ലല്ലോ. സാരില്ല, 2 ദിവസം കഴിയുമ്പോൾ ഞാൻ എത്തുമല്ലോ. അതാണ് എൻ്റെ പാൽക്കുപ്പി. നീ ഇങ്ങ് വേഗം വരത്തിലിടാൻ്റെ ചെക്ക. പിന്നെ എന്തിനാ ഈ മിസ്സിങ് ഒക്കെ? നീ ഉണ്ടല്ലോ ഇപ്പോൾ നിൻ്റെ ആ പ്രൊജക്റ്റിലും അതുപോലെ പ്രസൻറ്റേഷനിലൊക്കെ നല്ലോണം ഫോക്കസ് ചെയ്യാൻ നോക്കാം. ഓക്കെ? അതൊക്കെ സെറ്റ്. നാളെ നമുക്ക് കുറച്ച് ടൈം ഇതുപോലെ സംസാരിച്ചിരിക്കാമല്ലോ. അത് കഴിഞ്ഞ് ഇനി ബാക്കി പരിപാടീസുള്ളൂ. അതിനെന്താ, നീ ഇന്ന് ഉറങ്ങുന്നത് വരെ നിൻ്റെ അടുത്തുനിന്ന് ഞാൻ സംസാരിച്ചിരിക്കാം. പോരെ? മതിയല്ലോ. എൻ്റെ പൊന്നച്ചു, നീ എന്തിനാണ് എന്നെ കാണുമ്പോൾ ഈ തീവ്രവാദികളെ കണ്ട പോലത്തെ എക്സ്പ്രഷൻ ഇടാൻ നിൽക്കുന്നത്? നീ നിന്നെ അവരായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അവരെ പിന്നെ സഹിക്കാം, നിന്നെ അത്ര പോലും സഹിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും നിനക്ക് എന്നോടുള്ള ദേഷ്യം വാശിക്കൊന്ന് കുറച്ചുകൂടെ. ഇപ്പോൾ നിനക്ക് നിൻ്റെ ലൈഫുണ്ട്, എനിക്ക് എൻ്റെ ലൈഫുണ്ട്. ഒരു നോർമൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കാണുന്നത് പോലെങ്കിലും കണ്ടൂടെ നിനക്ക്? എല്ലാം പെട്ടെന്ന് പറഞ്ഞ അങ്ങനെ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ നിന്നൊരു ജസ്റ്റ് ഫ്രണ്ടിൻ്റെ പോലെ കാണാൻ പോലും എനിക്കാവില്ല. അത്രയ്ക്ക് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നോട് ദേഷ്യം വാശിയുണ്ട്. അതിനി മാറിയില്ല, എനിക്ക് മാറ്റം വേണ്ട. പിന്നെ ഒരു കാലത്ത് സ്നേഹിച്ച ഒരാളെ ഫ്രണ്ടിൻ്റെ പോലെ കാണാൻ എന്നെ കൊണ്ടാവില്ല. ഇപ്പം നമുക്കിടയിൽ ഒരു റിലേഷൻ ഉണ്ടല്ലോ, ബോസും PAയും, അത് മതി. അല്ലെങ്കിലും നിൻ്റെ അടുത്ത് പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതി. പറഞ്ഞിട്ട് കാര്യമുള്ളിടത്തേ നമ്മൾ പറയാൻ പാടുള്ളൂ. അതില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. അത് ഞാൻ ഓർത്തില്ല. കിടക്കാൻ നോക്കിക്കോ, നിന്നെ ഞാൻ പിടിച്ച് വിഴുങ്ങുന്നില്ല. ഈ വീടിൻ്റെ അപ്പുറത്തുപ്പുറത്തായിട്ട് നമുക്ക് കിടക്കാം. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. ഈ ഒരു തവണയെങ്കിലും എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ ഒക്കെ നിൻ്റെ ഇഷ്ടം. എന്താണെങ്കിലും ഗുഡ് നൈറ്റ്. ലക്ഷ്മി സാർ ഇന്ന് വളരെ കാമായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇന്നലെ കണ്ട പോലത്തെ ടെൻഷനൊന്നും ഫേസിൽ കാണാനില്ലല്ലോ. അത് ഈ ഭാര്യമാരുടെ ഒരു പവറാടോ. ലക്ഷ്മിക്ക് നല്ല രീതിക്ക് മോട്ടിവേഷൻ കിട്ടിയെന്ന് തോന്നുന്നു. അല്ല ലക്ഷ്മി? അത് സാറ് പറഞ്ഞത് കറക്റ്റാണ്. ഇന്നലെ അവളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ ഏത് വഴിക്ക് പോയെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത് ഇന്നലെ എനിക്ക് തോന്നി. പ്രൈവസിയുടെ പേരും പറഞ്ഞ് ഒറ്റയ്ക്ക് റൂം വേണമെന്ന് പറഞ്ഞപ്പോഴേ. അല്ല ആരുഷ് അവനെവിടെ? അവൻ താഴെ റിസപ്ഷനിലുണ്ട്. എന്തോ കുറച്ചും കൂടി പേപ്പർ വർക്ക്സ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടി പോയിക്കുക. അവന് പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ എത്തും. ആഹാ, ഓക്കെ. വാവ്, പ്രിറ്റി ബോയ്. എവിടെ? ലുക്ക് ഓവർ ദർ. ഡാനിയൽ പ്ലീസ് ബിഹേവ്. നമ്മളിവിടെ ബിസിനസ് ഡീലാണ് വന്നേക്കുന്നത്. ഇത് കംപ്ലീറ്റ് ആവുന്നവരെ കൊളാക്കല്ലേ. ഇങ്ങനെ പേടിക്കാതെ ചിൽ. ഞാനൊന്ന് പോയി മുട്ടി നോക്കിയിട്ട് വരാം. ഹേ ബ്യൂട്ടിഫുൾ, ഒരു രാത്രി എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഓക്കെ ആണോ? ഇത് ഒരിക്കലും മറക്കരുത്. പിന്നെ നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നിന്റെ വീട്ടിലുണ്ടാവില്ലട ആൾക്കാർ. നിന്നെ പോലെ ഒരു വൃത്തികെട്ടവൻ ഉണ്ടാക്കിയ നിന്റെ അച്ഛൻ അല്ലെങ്കിൽ നിന്റെ കൂടെ പിറന്ന ചേട്ടനോ അനിയനോ അങ്ങനെ ആരെങ്കിലും, അവരോട് പോയി തീർക്കടാ. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ വേണ്ടാത്തതിന് നിൽക്കണ്ടാന്ന്. ഭാഗ്യത്തിന് വേറെ ആരും കണ്ടിട്ടില്ല. ഇനിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കാണ്ട് വായോ, നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഹായ് എവരിവൺ, ഐ എം ജെനീറ്റ, സാനിയ മാമിൻ്റെ അസിസ്റ്റൻ്റ് ആണ്. മാം എത്താൻ കുറച്ച് ടൈം എടുക്കും. എന്നാൽ പിന്നെ നമുക്ക് കോൺഫറൻസ് റൂമിലോട്ട് ഇരിക്കാം. ഗുഡ് മോർണിംഗ് എവരിവൺ, ഐ എം സാനിയ, CEO of SG Group. മാം, ദിസ് ഇസ് മിസ്റ്റർ ആന്റണി, CEO of Sirion Group, മിസ് ജോർജിയ, ദ CMO, ആൻഡ് മിസ്റ്റർ ഡാനിയൽ, ദ മാനേജർ. And here is Mr. Sian, CFO of Felora Group, Mr. Arush, his assistant, along with Mr. Lakshman, assistant to the CEO. ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു ആൾ. ഇന്നത്തെ മീറ്റിംഗിൽ ഫൈനൽ സ്റ്റേജ് വരെ എത്തിയ 2 കമ്പനീസ് ഇവിടെയുണ്ട്. ആദ്യം 10 കമ്പനീസ് പ്രപ്പോസൽ അയച്ചിരുന്നു. അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റായി നിങ്ങൾ ഇവിടെ എത്തി. സോ നമുക്ക് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ 2 കമ്പനീസും എക്സലൻറ്റ് പ്രസൻറ്റേഷനാണ് നടത്തിയത്. ഡിസിഷൻ എടുക്കുക ഈസി ആയിരുന്നില്ല. ബട്ട് ആഫ്റ്റർ ഡീറ്റെയിൽ ഡിസ്കഷൻ ആൻഡ് ഇവാലുവേഷൻ, ദിസ് പ്രൊജക്ട് വിൽ ബി മൂവിംഗ് ഫോർവേഡ് വിത്ത് വെലോറ ഗ്രൂപ്പ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് മാം. ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് SG ഗ്രൂപ്പിന് നന്ദി. ഞങ്ങളുടെ ടീം ഈ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആക്കാൻ മാക്സിമം എഫേർട്ട് എടുക്കും. യു ആർ വെൽക്കം.
ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് യുവർ ടീം ആൻഡ് മേക്കിംഗ് ദിസ് പ്രൊജക്റ്റ് എ സക്സസ്. പിന്നെ ഇന്ന് ഈവനിങ് നമ്മുടെ ഒരു പാർട്ടി ഉണ്ട്. 2 കമ്പനീസും അതിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം. സിറിയോൺ ഗ്രൂപ്പിന് ഡീൽ കിട്ടിയില്ല എന്ന് വെച്ച് വരാതിരിക്കരുത്. ഫ്യൂച്ചറിൽ നമുക്ക് ഇനിയും വേറെ ഡീൽസൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഓഫ് കോഴ്സ് മാം, ഞങ്ങൾ തീർച്ചയായിട്ടും ഈവനിങ് പാർട്ടിയിൽ ജോയിൻ ചെയ്യും. ഇൻവിറ്റേഷന് നന്ദി. We did it, Lakshmi. Congratulations. കൺഗ്രാറ്റ്സ് ലക്ഷ്മി. നിങ്ങൾ രണ്ടാളും കൂടി ഉണ്ടായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരിക്കലും നടക്കാത്തൊരു കാര്യം. താങ്ക് യു സോ മച്ച്. യു ആർ ഡൺ ഹിയർ. സർ പ്ലീസ് അങ്ങനെ ചെയ്യരുത്. പിന്നെ ഞാൻ എന്ത് വേണം? നിന്റെ കയ്യിലായിരുന്നില്ലേ പ്രൊജക്ട്, അതിന്റെ പ്രസന്റേഷനും? അതുകൊണ്ട് നശിപ്പിച്ചില്ലേ? നമുക്ക് കിട്ടേണ്ട ഡീലാണ് നിന്റെ ഒറ്റ ഒരാളുടെ കഴിവുകൾ കൊണ്ട് പോയത്. ഇനി നീ സിറിയോൺ ഗ്രൂപ്പിൽ വേണ്ട. സർ പ്ലീസ് ഒരു ചാൻസ് കൂടെ. ജോർജിയ, തനിക്കറിയാലോ എനിക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഇനി അതിൽ നിന്നൊരു മാറ്റമില്ല. മാം വിഷമിക്കണ്ട. മാമിന്റെ ജോബ് പോകത്തൊന്നുമില്ല. മാമിനെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ശരിയാണ്, ആന്റണി സാറൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതേ നാളെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കൊഴിച്ച് ആർക്കും ആവില്ല. ആ ഒരാളെ സ്വാധീനിക്കാൻ എനിക്കാവും. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ രണ്ടാളുടെയും സ്വന്തം അപ്പൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അപ്പം കേൾക്കും, അപ്പം പറഞ്ഞാല് ആന്റണിയും. ഇത് ചെയ്യുന്നതിന് പകരമായിട്ട് തിരിച്ചെന്താ പ്രതീക്ഷിക്കുന്നത്? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മാമിന് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ട്. വന്നപ്പോ തൊട്ട് ഞാൻ നോട്ടിട്ട് വെച്ചൊരു മുതലുണ്ട്. വെലോറ ഗ്രൂപ്പ് CFOന്റെ അസിസ്റ്റന്റ് മിസ്റ്റർ ആരുഷ്. അവൻ ഇന്ന് എനിക്ക് വേണം. അവനും തന്നെ നല്ലോണം നോവിച്ചിട്ടുണ്ട്. അതിനുള്ള സമ്മാനം അവന് ഞാൻ കൊടുക്കും. സിമ്പിൾ ടാസ്ക് ആണ് മാം. ഇന്നത്തെ നൈറ്റ് പാർട്ടി നമ്മളും അവരും സ്റ്റേ ചെയ്യുന്ന സെയിം ഹോട്ടലിൽ തന്നെയാണ്. അവനൊന്ന് മാം ജസ്റ്റ് എന്റെ റൂമിലാക്കി തന്നാൽ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. മാം ഇത് എങ്ങനെ ചെയ്യും, ഏത് രീതിക്ക് ചെയ്യും, അതൊന്നും എനിക്കറിയത്തില്ല. ഇത് ചെയ്തു തരാണെങ്കിൽ മാമിന്റെ ജോബ് പോകത്തില്ല. ബട്ട് ഡാനിയൽ, നീ കളിക്കാൻ പോകുന്നത് തീക്കളിയാണ്. ആന്റണി സാർ അങ്ങനെ അറിഞ്ഞാൽ? അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. മാം അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഇത്രയും നല്ലൊരു കമ്പനിയും ഇത്രയും നല്ലൊരു പോസ്റ്റും മാം ഇനി കിട്ടാൻ ചാൻസ് കുറവാ. കാരണം റിസൈൻ വെച്ചല്ല ഇറങ്ങുന്നത്, പറഞ്ഞു വിടുന്നതാ. അപ്പൊ ആലോചിക്കേ എന്ത് വേണമെന്നുള്ളത്. താൻ പറഞ്ഞത് കറക്റ്റാ. നമ്മുടെ കമ്പനീനെയും എന്റെ പോസ്റ്റും അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. ഞാനത് ചെയ്യാം. എന്റെ പൊന്നു കൊച്ചി, ഇതും കൂടി ചേർത്തുനിന്ന് നമ്മൾ 10-12 ഷോപ്പിലായി ഇപ്പൊ കയറി ഇറങ്ങുന്നത്. അതും ഇത്രയും അടിപൊളി കളക്ഷൻസ് ഉള്ള സ്ഥലങ്ങൾ. ഇവിടെ നിന്നും ഇഷ്ടപ്പെടാത്തത് ഇനി എവിടെ നിന്ന് ഇഷ്ടപ്പെടാനാ? അതൊന്നും എനിക്കറിയില്ല എൻ്റെ പൊന്നു വയസ്സായ ചേട്ടാ. എൻ്റെ മനസ്സിലാണെങ്കിൽ ഇതല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് കണ്ടു കിട്ടുന്നവരെ നമ്മളിങ്ങനെ കയറി ഇറങ്ങും. അതിനി 12 ഷോപ്പല്ല, ചിലപ്പോൾ 100-ൽ കൂടുതൽ കയറി ഇറങ്ങേണ്ടി വരും. ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. എന്റെ പൊന്നു കർത്താവേ, ഏത് നേരത്താണോ എന്തോ ഈ കുരിശെടുത്ത് തലയിൽ കയറ്റാൻ തോന്നിയത്. അതിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല ചേട്ടാ. എടുത്ത് വെക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അങ്ങ് ചുമക്കുക. പിന്നെ എന്റെ ചേട്ടാന്ന് വിളിക്കാൻ നിൽക്കണ്ടാട്ടാ. എനിക്ക് എത്ര പ്രായമൊന്നുമില്ല. ഏജ് വയസ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ കൊച്ചിനേലും താഴെയാ. അവര് വിളിക്കുന്ന പോലെ റിച്ചു എന്ന് വിളിച്ചാൽ മതി. അതിനി എനിക്കും അങ്ങോട്ട് പറയാനുള്ളൂ. എന്നെയും കൊച്ചെന്ന് വിളിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ജോ അങ്ങനെ വിളിച്ചാൽ മതി. ഓ, അതിനായിരുന്നല്ലേ ആ ചേട്ടൻ വിളി. ഓക്കെ, ശരി. എന്നാൽ ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി. അത് കഴിഞ്ഞ് അധികം ഷോപ്പിലൊന്നും കയറണ്ട, കുറച്ച് കയറിയാൽ മതി. എന്നിട്ട് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം. എന്നിട്ട് ബാക്കി നാളെ. സുഭാഷ്, അപ്പൊ നാളെ ഇതന്നെയാണ് ഗതി. എടാ ആരോ നീ വാട്ടാ നിൽക്കണം, ഞാൻ തരാം.